भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ മറ്റൊരു ദിവസം കൂടി ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാനുള്ള പുണ്യദിനമായി മാറിയിരിക്കുന്നു. നിമിനവയോഗി സംവാദം ഏകാദശ സ്കന്ധത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 43 ശ്ലോകങ്ങൾ നമ്മൾ സമർപ്പിച്ചു. അതിൽ നിമി മഹാരാജാവിന് കവി എന്ന യോഗീശ്വരൻ, നവയോഗികളിൽ കവി എന്ന യോഗീശ്വരൻ ഭാഗവത ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞുകൊടുക്കുന്നതാണ് നമ്മൾ കേട്ടത്. അവിടെ സജ്ജനങ്ങളുടെ സംസർഗം, ആ ഭാഗവതോത്തമന്മാരുടെ ലക്ഷണം എന്താണ് എന്ന ചോദ്യമാണ് പിന്നീട് നിമി മഹാരാജാവിൽ നിന്നുണ്ടാകുന്നത്. അതിന് മറുപടിയായി ഹരി എന്ന യോഗീശ്വരൻ ആരാണ്, ഭക്തന്മാര് എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഒരു ഭക്തന്റെ ലക്ഷണം എന്താണ്? രാജാവ്, നിമി മഹാരാജാവ് ചോദിക്കണു, അഥ ഭാഗവതം ബ്രൂതായ ധർമ്മോ യാദൃശോ നൃണാം യഥാചരതി യദ്ബ്രൂതേ യൈർലിംഗേർ ഭഗവൽ പ്രിയ. അഥ അനന്തരം യദ്ധർമ്മ നൃണാം യാദൃശ യഥാ ആചരതി. ഏതൊരു ധർമ്മമുള്ളവനാണ് മനുഷ്യരുടെ ഇടയിൽ എങ്ങനെയുള്ളവനാണ്, എങ്ങനെയാണ് ആചരിക്കുന്നത്, യദ്ബ്രൂതേ എങ്ങനെയാണ് സംസാരിക്കുന്നത്, യൈ ലിംഗൈ എന്താണ് ഇതിന്റെയൊക്കെ അടയാളങ്ങൾ, ഭഗവത് പ്രിയ ഭഗവത് പ്രിയൻ എന്ന് ഭാഗവത ധർമ്മത്തെ നിങ്ങൾ പറഞ്ഞു തരണേ. ബ്രൂത, ഭാഗവതന് ഭക്തി മുതലായവ ഉണ്ടാകുമെങ്കിൽ ഭാഗവതന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എങ്ങനെയാണ് ഒരു ഭാഗവതന്റെ ഭാവഹാവാദികൾ, ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയൊക്കെയാണ് ആ ഭാഗവതന്റെ പ്രവൃത്തികൾ, സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്, ഭഗവാൻ സന്തോഷിച്ചിരിക്കുന്നു ഈ ഭക്തനിൽ എന്നുള്ളതിന്റെ ലക്ഷണം എന്താണ്,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണേ എന്ന് ആവശ്യപ്പെടുമ്പോ നവയോഗികളിൽ രണ്ടാമനായ ഹരി പറയുകയാണ്, സർവഭൂതേഷു യപശ്യേൽ ഭഗവത് ഭാവമാത്മന ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമ. ഭാഗവതോത്തമൻ ആരാണ്? ആത്മനഃ സർവഭൂതേഷു ഭഗവത് ഭാവം, ആത്മാവിന് സകലഭൂതങ്ങളിലും ഭഗവത് ഭാവത്തെ കാണുക. ഭഗവതി ആത്മനി, ഭഗവാനായ ആത്മാവിൽ ഭൂതാനി, സർവഭൂതങ്ങളെയും കാണുക. ഇങ്ങനെയുള്ള ആളാണ് ഭാഗവതോത്തമൻ. സകല ചരാചരങ്ങളിലും ഭഗവാനെ കാണുക, ഭഗവാനിൽ സകല ചരാചരങ്ങളെയും കാണുക. ഭക്തന്റെ ഉത്തമമായ ധർമ്മത്തെയാണ് ഈ 3 ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. എല്ലാത്തിലും അന്തര്യാമിയായിരിക്കുന്നു ഭഗവാൻ. അങ്ങനെ അവിടെ പറയാണ്, ആത്മത്വാൽ പ്രാമൃതത്വാദ് ആത്മാഹി പരമോഹരി എന്ന് പറയുന്നു. സ്ഥാവര ജംഗമ വസ്തുക്കളിൽ സകലതിലും ഭേദമില്ലാതെ സാക്ഷാൽ ശ്രീഹരി മിന്നിത്തിളങ്ങുന്നു. ആ ഭഗവാനെ അറിയുന്നവനാണ് ഭക്തൻ. മാംസചക്ഷുസ്സുകൾ കൊണ്ട് കാണുന്ന മനുഷ്യമൃഗാദി ദേഹങ്ങൾ തമ്മിൽ വളരെ ഭേദങ്ങളുണ്ട്, അല്ലേ? മനുഷ്യന്റെ മൂക്ക് പോലെയല്ല ഒരു കാളയുടെ മൂക്ക്. അപ്പൊ ഇങ്ങനെ സകല കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അതിലിരിക്കുന്ന ആത്മാവിന് ഒരിക്കലും വ്യത്യാസമില്ല. അതുകൊണ്ടാണ് എല്ലാത്തിനെയും ഈശ്വരഭാവത്തിൽ കാണണം എന്ന് പറയുന്നത്. അപ്പൊ ജഡങ്ങളായ ശരീരാദികളെ ആശ്രയിച്ചത് കൊണ്ട് ആത്മാവിനൊരു ദോഷവും സംഭവിക്കുന്നില്ല. കാരണം ആത്മാവ് ഈശ്വരനാണ്, ഈശ്വരൻ ഭഗവാനാണ്, ഭഗവാൻ പരിപൂർണമായ ഐശ്വര്യം നിറഞ്ഞവനാണ്. അങ്ങനെ ആത്മാവിൽ സർവഭൂതങ്ങളും സർവഭൂതങ്ങളിൽ ആത്മാവും സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ആത്മാവ് തന്നെ എല്ലാം എന്ന് കരുതുന്നവനാണ്, അറിയുന്നവനാണ് യഥാർത്ഥ ഭാഗവതോത്തമൻ എന്ന് പറയുന്നു. ഏതുപോലെ ഊടും പാവും പോലെ എന്ന് പറയാറുണ്ട്. നൂലിഴകൾ നിറഞ്ഞത് വസ്ത്രം, ആ വസ്ത്രം തന്നെയാണ് നൂല്. ഇതേപോലെ ഈശ്വരന്റെ വിശേഷ രൂപത്തെ ലോകമായിട്ട് കാണുന്നതാണ് അഭേദഭാവനയുടെ ലക്ഷണം. ഇങ്ങനെ കാണാൻ കഴിയുന്നവനാണ് ഉത്തമ ഭക്തൻ അല്ലെങ്കിൽ ഭാഗവതോത്തമൻ എന്ന് പറയുന്നത്. പിന്നെയോ ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്യുഷൽസു ച പ്രേമ മൈത്രീ കൃപോപേക്ഷ യകരോതി സമധ്യമ. ഭാഗവത ഉത്തമൻ ആരാന്ന് പറഞ്ഞു. ഇനി ആരാണ് മധ്യമൻ എന്ന് പറയുക? ഈശ്വരേ തദധീനേഷു, ഈശ്വരനിലും ഈശ്വരനെ ആശ്രയിക്കുന്നവരിലും, ബാലിശേഷു അറിവില്ലാത്തവരിലും, ദ്യുഷൽസുച ശത്രുക്കളിലും, ക്രമേണ പ്രേമ മൈത്രി കൃപോപേക്ഷ, പ്രേമം, മൈത്രി, കൃപ, ഉപേക്ഷ. ഈശ്വരനിൽ പ്രേമം, അതേപോലെ തന്നെ ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന ആളുകളിൽ മൈത്രി, ബാലിശേഷു അറിവില്ലാത്ത അജ്ഞന്മാരായിട്ടുള്ള ആളുകളിൽ കൃപ, അടുത്തതായി ശത്രുക്കൾ, ദ്യുഷൽസുച ശത്രുക്കളിൽ ഉപേക്ഷ. ഇത് ആരാണോ ചെയ്യുന്നത്, യാ കരോതി ആരാണോ ഇങ്ങനെ ചെയ്യുന്നത്, സ മധ്യമ അങ്ങനെയുള്ളവനാണ് ഭാഗവത മധ്യമൻ, അല്ലെങ്കിൽ ഉത്തമ ഭക്തൻ എന്ന് പറയുന്ന പോലെ മധ്യമ ഭക്തൻ എന്ന് പറയേണ്ടി വരും. ആരാണോ ഈശ്വരനിലും ഈശ്വരൻ തന്നെ ആശ്രയം എന്ന് കരുതുന്ന ഭക്തന്മാരിലും പ്രേമവും മൈത്രിയും കാണിക്കുന്നത്, അറിവില്ലാത്തവരിൽ അവർ അനുഭവിക്കുന്ന കഷ്ടത്തെ ആലോചിച്ച് അവരോട് പ്രത്യേകമായിട്ടുള്ള കൃപ കാണിക്കുന്നത്, തനിക്ക് വിരോധം ചെയ്യുന്ന ശത്രുക്കളെ അവരെ ഉപേക്ഷിക്കുക, അവരിൽ ദ്വേഷവും സ്നേഹവും രണ്ടുമില്ലാതെ, അവരോട് പ്രത്യേകമായിട്ടൊരു സ്നേഹമില്ല, അവരോട് ദേഷ്യമില്ല, ഒരു ഉപേക്ഷാഭാവം, ഉദാസീനമായ ഒരു അവസ്ഥ. ഇങ്ങനെയുള്ള ആളുകളെയാണ് മധ്യമ ഭക്തൻ എന്ന് പറയുന്നത്. പ്രേമം, മൈത്രി, കൃപ, ഉപേക്ഷ. ഇത് ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്നു. അങ്ങനെ ഭഗവാനെ ഭജിക്കുന്ന ആളുകൾ, അപ്പൊ ഭേദബുദ്ധിയുണ്ട് ഇവർക്ക്. ഈ ഭേദബുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉത്തമമായ ഭക്തിയല്ല, അത് മധ്യമ ഭക്തി എന്ന് പറയുന്നു.
മനസ്സിന്റെ ഈ ചഞ്ചലത നശിക്കാൻ ഭക്തി വേണ്ട പോലെ ഇല്ലാത്തത് കൊണ്ടാണ്, ഉത്തമമായ ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചിന്തയുണ്ടാവുന്നത്. ഉത്തമമായ ഭക്തി വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ സകല ചരാചരങ്ങളിലും ഈശ്വരനെ കാണുകയും അതേപോലെ ഈശ്വരനിൽ സകല ചരാചരങ്ങളെയും കാണുകയും ചെയ്യുക എന്ന അഭേദമായ ഭാവനയിലേക്ക്. അങ്ങനെ ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തൻ, അടുത്തതോ പ്രാകൃത ഭക്തൻ. അധമ ഭക്തൻ എന്നല്ല പറയണത്, പ്രാകൃത ഭക്തൻ എന്നാണ്. അർച്ചായാമേവ ഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ ന തദ്ഭക്തേഷു ചാന്യേഷു സ ഭക്ത പ്രാകൃത സ്മൃത. അർച്ചായാം ഏവ, പ്രതിമയിൽ മാത്രം, ശ്രദ്ധയാ ഹരയേ, ശ്രദ്ധയോടുകൂടി ഹരിക്കായിക്കൊണ്ട്, പൂജാം യ ഈഹത്തെ, ആരാണോ പൂജ ചെയ്യുന്നത്, തദ്ഭക്തേഷു അന്യേഷു ച, ഈശ്വരഭക്തന്മാരിലും മറ്റുള്ളവരിലും ന ആ പൂജ ചെയ്യാതിരിക്കുന്നുവോ സ ഭക്ത പ്രാകൃത, അങ്ങനെയുള്ള ഭക്തനാണ് പ്രാകൃതൻ. എല്ലാ ദിക്കിലും ഭഗവാനെ കാണുന്നവനാണ് ഉത്തമ ഭക്തൻ. ചിലയിടത്ത് മാത്രം ഭഗവാനെ കാണുന്നവരാണ് മധ്യമഭക്തൻ. എന്നാൽ ഒരിടത്ത് മാത്രം, പ്രതിമകളിലും ചിത്രങ്ങളിലും മാത്രം ഈശ്വരനെ കാണുക. അതേപോലെ വിഷ്ണു ഭക്തന്മാരിലും മറ്റുള്ളവരിലും ഒക്കെ സ്നേഹമില്ലാതെ അവരെ മറ്റൊന്നായി കണക്കാക്കുക, പെരുമാറുക. അങ്ങനെയുള്ള ഭക്തൻ പ്രാകൃത ഭക്തനാണ്. അചേതനങ്ങളായ ശില തുടങ്ങിയവയിലൊക്കെ തന്നെ ഈശ്വരബുദ്ധി ഉണ്ടാകണം എന്ന് നിശ്ചയിച്ചിരിക്കുമ്പോ ആ ഈശ്വര ഭക്തന്മാരിൽ ഈശ്വര ഭാവനയോടുകൂടി പൂജിക്കേണ്ടത് എത്രയും ആവശ്യമാണ് എന്ന് അറിയാതെ പ്രതിമയിൽ മാത്രം ഈശ്വരനെ കാണുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഇവന്റെ ബുദ്ധി പ്രാകൃതമാണ്, അതുകൊണ്ട് പ്രാകൃത ഭക്തൻ എന്ന് പറയുന്നത്. ഈശ്വരന്റെ സർവവ്യാപിത്വത്തെയും ഈശ്വരൻ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുമെന്നുള്ളതിനെയും എല്ലാവരുടെ ഉള്ളിലും ചൈതന്യമായി നിൽക്കുന്നത് ഈശ്വരനാണ് എന്നുള്ളതൊന്നും അറിയാത്ത മൂഢനാണ് ഈ പ്രാകൃത ഭക്തൻ. തന്നേക്കാൾ ശ്രേഷ്ഠനായൊരു ഈശ്വരനുണ്ട്, അത് മനുഷ്യനല്ല. ആ ഭഗവാൻ പ്രസാദിക്കും, ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ആ ഈശ്വരനെ ആശ്രയിക്കുക. അല്ലാതെ ഈശ്വരൻ ലോകം മുഴുവൻ നിറഞ്ഞവനാണ്, എല്ലാവരെയും സ്നേഹിക്കുമ്പോഴാണ് ഈശ്വരൻ സന്തോഷിക്കുക, മാനവ പൂജയാണ് മാധവ പൂജ തുടങ്ങിയ വിശാലമായ തലത്തിലുള്ള അർത്ഥങ്ങളോ ചിന്തകളോ ഇത്തരം ആളുകളിലില്ല. അപ്പൊ ഇവിടെ ഇയാളിലും ഭക്തിയുണ്ട് എന്നുള്ളത് കൊണ്ട്, ഇങ്ങനെയാണെങ്കിലും ഭക്തി എന്നൊരു ഭാവമുണ്ടല്ലോ, ഈശ്വരനെ ഭജിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത്തരക്കാരെ പ്രാകൃത ഭക്തന്മാര് എന്ന് വിളിക്കുന്നു. സത്യത്തിൽ ഈ ഒരു ഭക്തി ഉണ്ടായാൽ തന്നെ മതിയെന്നാണ്. പതിയെ 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 പ്രാകൃത ഭക്തിയിൽ നിന്ന് മധ്യമഭക്തിയിലേക്കും മധ്യമഭക്തിയിൽ നിന്ന് ആ ഉത്തമ ഭക്തിയിലേക്കും എത്തും. അവിടുന്ന് നിർഗുണ ഭക്തിയിലേക്ക്, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ താമസഭക്തിയിൽ നിന്ന് രാജസഭക്തി, രാജസഭക്തിയിൽ നിന്ന് സാത്വിക ഭക്തി, സാത്വിക ഭക്തിയിൽ നിന്ന് നിർഗുണഭക്തി, നിഷ്കാമഭക്തി. ഇവിടെ ബുദ്ധിമാന്മാരെ, വേദാന്തികൾ, ജ്ഞാനികൾ എന്ന് നടിക്കുന്ന ചിലർ ഈ വിഗ്രഹാരാധനയെ ദുഷിക്കുന്നുണ്ട്. അപ്പോ അവരിലും വേണ്ട പോലെ ഈ ഭക്തി ഉറച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഇങ്ങനെ ഭക്തന്മാരെ 3 തരത്തിലാക്കി കണക്കാക്കുന്നു: ഉത്തമൻ, മധ്യമൻ, പ്രാകൃതൻ. ഉത്തമനിലാണ് അഭേദമായ ഭാവനയുള്ളത്, മധ്യമൻ ഭേദം കാണുന്നവനാണ്, പ്രാകൃതൻ വിഗ്രഹത്തിൽ മാത്രം, ക്ഷേത്രത്തിനകത്ത് ആ ശ്രീകോവിലിനുള്ളിൽ മാത്രമാണ് ഈശ്വരൻ എന്ന് കരുതുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകള് പലപ്പോഴും പല പാപങ്ങളും ചെയ്യും. അവർ വിചാരിക്കുന്നത് ഇതൊന്നും ഈശ്വരൻ കാണുന്നില്ല എന്നാണ്. വാതിലടച്ചിട്ട് കഴിഞ്ഞാൽ ഈ പാപങ്ങൾ ചെയ്യാം, ഈശ്വരൻ കാണില്ല എന്നാണ്. എന്നാൽ എല്ലാം കാണുന്നവനാണ്, സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവനാണ് ഭഗവാൻ എന്ന ബോധം ഇത്തരക്കാർക്കില്ല. അങ്ങനെയുള്ള ഭക്തന്മാരെ പ്രാകൃത ഭക്തൻ എന്ന് വിളിക്കേണ്ടി വരും. ഇനി ഉത്തമ ഭാഗവതന്റെ ലക്ഷണത്തെയാണ് വീണ്ടും വിസ്തരിച്ചു പറയുന്നത്. ഗൃഹീത്വാപീന്ദ്രിയൈരർത്ഥാൻ യോ ന ദ്വേഷ്ടി ന ഹൃഷ്യതി വിഷ്ണോർമായാമിദം പശ്യൻ സവൈ
ഭാഗവതോത്തമ. നീ ഭാഗവതോത്തമനെ ഒന്നുകൂടി പറയുക. ഇന്ദ്രിയൈഹി, ഇന്ദ്രിയങ്ങൾ കൊണ്ട്, അർത്ഥാൻ ഗൃഹീത്വാപി, വിഷയങ്ങളെ ഗ്രഹിക്കുന്നുണ്ടെങ്കിലും, യാ ന ദ്വേഷ്ടി ന ഹൃഷ്യതി, ആരാണോ ദ്വേഷിക്കാതെയും സന്തോഷിക്കാതെ ഇരിക്കുന്നത്, ഇത് മുഴുവൻ വിഷ്ണുവിന്റെ മായയാണ് എന്ന് ആരാണോ കാണുന്നത്, ഇതം വിഷ്ണുമായാം പശ്യൻ, അങ്ങനെയുള്ളവനാണ് സവൈ ഭാഗവതോത്തമ, അങ്ങനെയുള്ള ആളുകളാണ് ഭാഗവതോത്തമന്മാര് എന്ന് പറയുന്നു. ഉത്തമ ഭക്തൻ എങ്ങനെയാണ് ആചരണങ്ങൾ നടത്തുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. അപ്പൊ പറയുകയാണ്, കണ്ണ്, മൂക്ക്, വായ, ത്വക്ക് തുടങ്ങിയ ആ ഇന്ദ്രിയങ്ങളുണ്ട്. അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട്, കണ്ണുകൊണ്ട് കാണുകയും മൂക്കുകൊണ്ട് ഗന്ധിക്കുകയും കാതുകൊണ്ട് കേൾക്കുകയും അങ്ങനെ വിഷയങ്ങളൊക്കെ സ്വീകരിക്കുമെങ്കിലും വിഷയങ്ങൾ അത് സുഖമാണോ ദുഃഖമാണോ എന്ന് യഥാർത്ഥ ഭക്തനെ അത് ബാധിക്കില്ല. അവർക്ക് സുഖദുഃഖങ്ങളല്ല, ഇതെല്ലാം ഈശ്വരന്റെ സങ്കല്പമാണെന്നാണ് അവർ വിചാരിക്കുക. ഇതാണ് ഉത്തമ ഭക്തന്റെ ആചാരം എന്നാണ്. സാധാരണ ജനങ്ങളെ പോലെ അവർ ഇന്ദ്രിയങ്ങളെയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ചിലത് ദുഃഖമാണെന്നും ചിലത് സുഖമാണെന്നും ഇവര് വിചാരിക്കണില്ല. ഇവർക്ക് ആ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാവണില്ല. സുഖത്തിൽ ആനന്ദമോ ദുഃഖത്തിൽ സന്താപമോ ഇവർ അനുഭവിക്കുന്നില്ല. നിർവികാരമായൊരു അവസ്ഥയായിരിക്കും. അപ്പൊ ലൗകികങ്ങളായ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുമെങ്കിലും അതിൽ സുഖദുഃഖങ്ങളുടെ യാതൊരു തരത്തിലുള്ള ലാഞ്ചനയും ഇവരിൽ ഉണ്ടാവുന്നില്ല. ശബ്ദാദി വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം മാത്രമാണ്. വിഷയങ്ങൾ നമ്മൾ ആലോചിച്ചാൽ ചിലപ്പോൾ അനുകൂലമാണ്, ചിലപ്പോൾ പ്രതികൂലമാണ് എന്നൊക്കെ തോന്നും. പക്ഷേ സ്വരൂപ ആനന്ദത്തെ വർദ്ധിപ്പിക്കാനോ കെടുത്താനോ ഇതിനൊന്നും സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ ഭാഗവതോത്തമൻ എന്നാണ്. അപ്പോ മനസ്സിന് യാതൊരു വികാരവും ഇല്ലാതെ ഇരിക്കാൻ സാധിക്കുക, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുക, ഇങ്ങനെയുള്ള ആളുകളെയാണ് ഭാഗവതോത്തമൻ എന്ന് പറയുന്നത്. ഒന്നിലിരിക്കുന്ന ധർമ്മത്തെ സൂക്ഷിച്ചറിയാത്തത് കൊണ്ട് മറ്റൊന്നിലിരിക്കുന്നതാണെന്ന് തെറ്റായി ധരിക്കുന്നു. ഇതിന് അധ്യാസം. ഒരാൾ കപ്പലിൽ ഇരുന്ന് പോണു, അല്ലെങ്കിൽ നമ്മളൊരു വാഹനത്തിൽ പോകുന്നു. ഈ സമയത്ത് നമ്മുടെ വശങ്ങളിലുള്ള വൃക്ഷം തുടങ്ങിയ അല്ലെങ്കിൽ കെട്ടിടങ്ങളൊക്കെ പുറകിലേക്ക് ഇങ്ങനെ പോകുന്നത് തോന്നും. കുട്ടിക്കാലത്തൊക്കെ നമുക്ക് അങ്ങനെ അനുഭവമുണ്ട്. നടക്കുമ്പോൾ ചന്ദ്രൻ നമ്മുടെ കൂടെ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. സത്യത്തിൽ സഞ്ചരിക്കുന്ന ആ കപ്പലിലിരിക്കുന്ന താൻ ഉറച്ചു നിൽക്കുന്നതായും മറ്റുള്ളവർക്ക് അനങ്ങുന്നതായും തോന്നും. ഇതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പലയിടത്തും ഉപമയായിട്ട് ഉദാഹരിക്കാറുള്ളതാണ്, ഒരു കയറ് കണ്ടിട്ട് അത് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിക്കുക. കയറിന്റെ സ്വരൂപത്തെ വേണ്ട പോലെ മനസ്സിലാക്കാത്തത് കൊണ്ട് അത് പാമ്പാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നു. അവിടെ വല്ലാത്ത ഇരുട്ടാണ്, പാമ്പ് കടിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ കരയണു, ഡോക്ടറുടെ അടുത്തേക്ക് ഓടിയെത്തണു. എന്നാൽ ആ വെളിച്ചം എപ്പോഴാണോ അവിടെ തെളിയുന്നത് നമുക്ക് മനസ്സിലാവണു ഇത് പാമ്പല്ല, ഇത് ആ കയറ് മാത്രമാണ് എന്ന് മനസ്സിലാവും. ഇതേപോലെ അന്ധകരണത്തിന്റെ ധർമ്മം ആത്മാവിൽ ഉള്ളതാണ് എന്ന് തെറ്റായി ധരിക്കുന്നു. അന്ധകരണം ജഡവും ആത്മാവ് നിത്യ സത്യവുമാണ്. അതേപോലെ വെള്ളത്തിൽ പ്രതിബിംബിച്ചു കാണുന്ന ഏതൊരു വസ്തുവും വെള്ളമിളകുമ്പോ ഉപാധിയുടെ ധർമ്മം ഉപഹിതത്തിൽ കാണുന്നു എന്നൊക്കെ പറയാറുണ്ട്. വെള്ളമിളകുമ്പോ നമ്മള് ഈ വസ്തു ഇളകുന്നതായിട്ട് നമുക്ക് തോന്നും. സത്യത്തിൽ വെള്ളമാണ് ഇളകുന്നത്, ആ വസ്തു ഇളകുന്നില്ല. ആകാശത്ത് സൂര്യൻ, ആ സൂര്യന്റെ പ്രതിബിംബം താഴെ കാണുന്നു, ആ വെള്ളം ഇളകുമ്പോൾ സൂര്യൻ ഇളകുന്നതായിട്ട് തോന്നുന്നു. അന്ധകരണത്തിൽ പ്രകാശിക്കുന്ന ആത്മാനന്ദം ചഞ്ചലമായി തോന്നുന്നു. അങ്ങനെ ചാഞ്ചല്യം ഉണ്ടാകുമ്പോൾ ചിലത് സുഖമായും ചിലത് ദുഃഖമായിട്ടും തോന്നുന്നു. സത്യത്തിൽ ഈ തോന്നൽ പോലും സത്യമല്ല. അതുകൊണ്ട് വിഷയസംബന്ധം കൊണ്ട് ആത്മാവിന് സുഖമോ ദുഃഖമോ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് ഉത്തമ ഭക്തൻ. അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിലും പ്രത്യേകമായിട്ടുള്ള സ്നേഹമില്ല, ദേഷ്യവുമില്ല. സ്വപ്ന പദാർത്ഥം പോലെ സ്വപ്നത്തിൽ നമ്മൾ ചിലപ്പോൾ സ്നേഹിച്ചു,
എന്നൊക്കെ വരും. പക്ഷെ ആ സ്നേഹത്തിന് ഉണർവിലേക്ക് എത്തുന്നത് വരെ മാത്രമേ ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ അത് മാറിപ്പോയി. ഇതേപോലെ ഈ ജഗത്ത് മിഥ്യയാണ് എന്ന ബോധത്തിൽ നിർവികാരനായിട്ടിരിക്കുന്നു. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന ബോധ്യത്തിലേക്ക് എത്തുന്നവൻ ആരോ അയാളാണ് ഭാഗവതോത്തമൻ. അടുത്തതായിട്ട് പറഞ്ഞു, ഭാഗവതന്മാരിൽ ഭക്തന്മാരിൽ ശ്രേഷ്ഠൻ ആരാണ്? ഭാഗവത പ്രധാനൻ ആരാണ്? ദേഹേന്ദ്രിയ പ്രാണമനോധിയാമ്യോ ജന്മാപ്യേക്ഷുദ്ഭയതർഷകൃക്ഷൈ സംസാരധർമ്മൈരവിമുഹ്യമാന സ്മൃത്യ ഹരേർ ഭാഗവത പ്രധാനൻ. ദേഹേന്ദ്രിയ പ്രാണമനോധിയാം, ദേഹം, ഇന്ദ്രിയം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇതിന്റെയൊക്കെ ജന്മാപ്യേക്ഷുദ്ഭയതർഷകൃക്ഷൈ, ജനനം, മരണം, വിശപ്പ്, പേടി, പ്രയാസം, തൃഷ്ണ, ഇങ്ങനെ സംസാരധർമ്മങ്ങളാൽ സംസാരധർമ്മൈ ഹരേ സ്മൃത്യ, ഹരിയുടെ സ്മരണം കൊണ്ട് യാതൊരുത്തൻ അവിമുഹ്യമാനഃ മോഹിക്കാതിരിക്കുന്നുവോ സാ ഭാഗവത പ്രധാനഃ, ഇങ്ങനെയുള്ള ആളാണ് ഭാഗവത പ്രധാനൻ എന്ന് പറയുന്നത്. ദേഹധർമ്മങ്ങളുണ്ട്, ആ ദേഹധർമ്മങ്ങളിൽ മോഹിക്കപ്പെടാതിരിക്കുക, ഇത് ഉത്തമ ഭക്തന്റെ ലക്ഷണമാണ്. ദേഹം, ഇന്ദ്രിയം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഉൽപ്പത്തി, നാശം, വിശപ്പ്, ദാഹം, ഭയം, ആഗ്രഹം, അധ്വാനം, ഇതൊക്കെ ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് സ്വാഭാവികമായിട്ട് നടക്കും എന്ന് മാത്രമേ ഉള്ളൂ. ആത്മധർമ്മങ്ങളല്ല ഇതൊക്കെ ദേഹധർമ്മങ്ങളാണ്. ഇത് ഉറയ്ക്കണമെങ്കിൽ എന്ത് വേണം? നിരന്തരം സദാസേവ്യ. ഇതൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ ഇത് പ്രവൃത്തിബദ്ധത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. ആ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ ഭഗവാനെ അറിയണം. ആ ഭഗവാനെ അറിയണമെങ്കിൽ നിരന്തരം ഭഗവാന്റെ നാമം ജപിക്കണം. എപ്പോഴും ഭഗവത് പാദത്തെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നവന് മോഹം എന്ന ഒന്നുണ്ടാവില്ല. ഒരുവനുള്ള ധർമ്മത്തെ മറ്റൊരുവനുള്ളതാണെന്ന് ധരിക്കുന്നത് തന്നെയാണ് മോഹം. അപ്പോ അധ്യാസം, മോഹം എന്നീ പദങ്ങൾ സത്യത്തിൽ ഒരേ അർത്ഥതലങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഉണ്ടാകുക, നശിക്കുക, ഇത് ദേഹധർമ്മം. വിശപ്പും ദാഹവും പ്രാണധർമ്മം. കാമം, ക്രോധം, ലോഭം, മോഹം, സുഖം, ദുഃഖം, ഇതൊക്കെ മനസ്സിന്റെ ധർമ്മം. എന്നാൽ ഇതൊക്കെ ആത്മാവിനെ ബാധിക്കുന്ന ധർമ്മങ്ങളല്ല എന്ന് തിരിച്ചറിയുക. എന്നാൽ ഇത് തിരിച്ചറിയാതിരിക്കുകയും ഇത് ആത്മാവിന്റെ ധർമ്മമാണ് എന്ന് തെറ്റായി വിചാരിക്കുകയും ചെയ്യുക. അങ്ങനെ വിചാരിക്കുന്നതിനാണ് മോഹം എന്ന് പറയുന്നത്. ഈ തെറ്റായ ധാരണ കൊണ്ടാണ് ലോകം ദുഃഖിക്കുന്നത്. ഈ അബദ്ധം ഇല്ലാതെ വന്നാൽ അവിടെ ആനന്ദം നിറഞ്ഞു നിൽക്കും. ഇങ്ങനെ ശുദ്ധമായ ആനന്ദം നിത്യം അനുഭവിക്കുന്ന ഒരാളെ ഭാഗവത പ്രധാനൻ, ഭക്തോത്തമൻ എന്ന് പറയാം. ഭക്തന്മാരിൽ ഉത്തമൻ എന്നുള്ളത് തന്നെ. ഭാഗവത പ്രധാനൻ എന്ന് പറഞ്ഞാലും നേരത്തെ ആ ഭാഗവതോത്തമൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെ. ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള സംസർഗം പോലും നമ്മളെ ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ 49-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മളെ ഇന്ന് സമർപ്പിക്കുകയാണ്. നാളെ 50-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരിയോ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം
പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ
രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.